നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം. നമുക്കറിയാം, നമ്മളൊരു കമ്പസ്റ്റൻ നടക്കണമെങ്കിൽ, ഒരു സിലിണ്ടറിനകത്ത് കമ്പസ്റ്റൻ നടക്കണമെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ഓക്സിജൻ വേണം, ഫ്യൂവൽ വേണം, ഹീറ്റ് വേണം. എല്ലാവർക്കും അറിയുന്നതാണ്, കമ്പസ്റ്റൻ നടക്കണമെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. എന്തിന്റെയൊക്കെയാ? ഓക്സിജനും ഫ്യൂവലും ഹീറ്റും തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ മൂലമാണ് കമ്പസ്റ്റൻ, ജ്വലനം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കമ്പസ്റ്റൻ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ മാക്സിമം ഓക്സിജൻ വേണം എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്ക് എത്ര ഫ്യൂവൽ ഉണ്ടോ അതിനോട് പ്രൊപ്പോർഷൻ ആയിട്ട് എന്ത് വേണം? ഓക്സിജൻ വേണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഫ്യൂവലിന്റെ കൂടെ ഓക്സിജനും ഹീറ്റും നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് കമ്പസ്റ്റൻ നടക്കുള്ളൂ. അപ്പൊ ഈ ഓക്സിജൻ, അതായത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ സിലിണ്ടറിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? നമ്മളുടെ ഇൻടേക്ക് സിസ്റ്റം, എയർ ഇൻടേക്ക് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അതിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് എയർ ഫിൽട്ടർ, എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് എയർ ഫിൽട്ടർ, രണ്ടാമത്തത് നമ്മളുടെ സൂപ്പർ ചാർജറും ടർബോ ചാർജറും. നമ്മളിന്ന് പഠിക്കുന്ന അതിനെ കുറിച്ചാണ്. സൂപ്പർ ചാർജറും ടർബോ ചാർജറും വർക്കിംഗ് ഒക്കെ ഒരുവിധം പെട്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് നമുക്ക് ഇന്ന് വിശദമായി പഠിക്കാം. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഇൻടേക്ക് മാനിഫോൾഡ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യമേ നമ്മൾ ഒരു കമ്പസ്റ്റൻ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? അറ്റോമൈസേഷൻ ഓഫ് ഫ്യൂവൽ നല്ല രീതിയിലായിരിക്കണം. വളരെ ഫൈൻ ആയിട്ടുള്ള അറ്റോമൈസ്ഡ് ആയിട്ടുള്ള തരത്തിലായിരിക്കണം ഫ്യൂവൽ സിലിണ്ടറിനകത്തോട്ട് അല്ലെങ്കിൽ കമ്പസ്റ്റൻ ചേമ്പറിലോട്ട് എത്തേണ്ടത്. പ്രോപ്പർ ഫ്യൂവൽ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ സ്ഥലത്തോട്ടും ഒരേപോലെ ഫ്യൂവൽ എത്തണം എന്നാണ് പറയുക. ടെമ്പറേച്ചർ ഓഫ് എയർ നല്ല രീതിയിൽ ആയിരിക്കണം. മിക്സിംഗ് ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ, എയറും ഫ്യൂവലും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മിക്സിങ്ങും നടന്നിരിക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പൊ നല്ല രീതിയിൽ ഒരു കമ്പസ്റ്റൻ നടക്കണമെങ്കിൽ ഈ പറയുന്ന 4 കണ്ടീഷനും എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇൻടേക്ക് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ എയർ ഫിൽട്ടർ, സൂപ്പർ ചാർജർ, ടർബോ ചാർജർ, ഇൻലെറ്റ് മാനിഫോൾഡ്. എയർ ഫിൽട്ടർ നമുക്കറിയാം, ഇതേപോലെയുള്ള നമ്മളുടെ ഈ പൊടിപടലങ്ങൾ, ഈ ഡേർട്ട് എയർ വരുന്നു, ഇവിടെ ഒരു എയർ ഫിൽട്ടർ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എയർ ഫിൽട്ടർ ഉണ്ട്, ഇതിലൂടെ കടന്ന് പുറത്തോട്ട് വരുമ്പോൾ പൊടിപടലങ്ങളൊക്കെ റിമൂവ് ആവുന്നു. എല്ലാവർക്കും അറിയാം ഉപയോഗം. ഒന്ന്, പൊടിപടലങ്ങൾ റിമൂവ് ചെയ്യുക. രണ്ടാമത്തത് ഇൻടേക്ക് എയറിന്റെ നോയിസ് കുറയ്ക്കുക, ഇൻടേക്ക് എയറിന്റെ നോയിസ് കുറയ്ക്കുക. മൂന്നാമത്തത് ബാക്ക് ഫയറിംഗ്, എഞ്ചിൻ ബാക്ക് ഫയറിംഗ് സമയത്ത് ഒരു സ്പാർക്ക് അറസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. 3 ടൈപ്പ് എയർ ഫിൽട്ടർ ഉണ്ട്. ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ ഉണ്ട്, ഇംപിഗ്മെന്റ് ടൈപ്പ് എയർ ഫിൽട്ടർ ഉണ്ട്, ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനറും ഉണ്ട്. ഓരോന്നും എവിടെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ആരെങ്കിലും പറയുക, ഡ്രൈ ടൈപ്പ് എവിടെ ഉപയോഗിക്കുന്നുണ്ടോ? ഡ്രൈ ടൈപ്പ് എവിടെ ഉപയോഗിക്കുന്നത്? നമ്മുടെ ലൈറ്റ് മോട്ടോർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ സ്മോൾ എഞ്ചിൻസ് എന്ന് എടുത്ത് പറഞ്ഞായിരുന്നു അല്ലെ. സ്മോൾ എഞ്ചിൻസ് അല്ലെങ്കിൽ ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കുന്നത്. സ്മോൾ എഞ്ചിൻസിലും ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസിലൊക്കെ ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ ആണെങ്കിൽ, വേറെ ടൈപ്പ് എയർ ക്ലീനർ ഇംപിഗ്മെന്റ് ടൈപ്പ് ലാർജ് ഡീസൽ എഞ്ചിനുകളിലും, ഡീസൽ എഞ്ചിനുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഓയിൽ ബാത്ത് ടൈപ്പ് അല്ലെങ്കിൽ വെറ്റ് ടൈപ്പ് എയർ ക്ലീനർ. അതായത് എയർ ഇതേപോലെ വരുന്നു, നേരെ ഓയിലിൽ വന്നിട്ടാണ് ടച്ച് ചെയ്യുന്നത്, നേരെ താഴത്തോട്ട് വരുന്നു, ഓയിലിൽ വന്നിട്ടാണ് അത് ടച്ച് ചെയ്യുന്നത്. ഓയിലിൽ വന്ന് ടച്ച് ചെയ്ത് പിന്നീട് നമ്മുടെ വയർ മെഷിലൂടെ കടന്നുപോയി 2 തരത്തിലുള്ള ഫിൽറ്ററിംഗ് കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു പരിധി വരെ വളരെ ഫ്രഷ് ആയിട്ടുള്ള എന്താണ് എയർ ആണ് നമ്മുടെ സിലിണ്ടറിലോട്ട് എത്തുന്നത്. ഇതിനെയാണ് ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനർ അഥവാ വെറ്റ് ടൈപ്പ് എയർ ക്ലീനർ എന്ന് പറയുന്നത്. കോമൺലി യൂസ്ഡ് ഡീസൽ എഞ്ചിനുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനർ ആണ് എന്നും, ഇൻലെറ്റ് മാനിഫോൾഡ് പഠിച്ചപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡ് നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം അലോയ് കൊണ്ടാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സോസ്റ്റ് കാസ്റ്റൈൻ ആണെങ്കിൽ ഇൻലെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം അലോയ് കൊണ്ടാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോക്കേണ്ടത്, നമ്മൾ പഠിക്കുന്നത് എയർ കംപ്രസറിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് എയർ കംപ്രസറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരിക്കലും ഒരു ഇൻടേക്ക് സിസ്റ്റത്തിന്റെ ഭാഗമേ അല്ല. അത് തന്നെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. താഴെ പറഞ്ഞാൽ ഏതാണ് ഇൻടേക്ക് സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്തത്? എയർ കംപ്രസർ ഒരിക്കലും ഇൻടേക്ക് സിസ്റ്റത്തിന്റെ ഭാഗമല്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ കൂടെ പഠിക്കുന്നത് ഇത് നമ്മളുടെ എയറുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ സിലിണ്ടറിലോട്ട് അല്ലെങ്കിൽ എഞ്ചിനിലോട്ട് എയർ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ന്യൂമാറ്റിക് സിസ്റ്റംസ് വർക്കുണ്ട്. ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്താ പറയുക, ബ്രേക്ക് ആണെങ്കിലും അതേപോലെ ഡോറുകള്, ഈവൻ ക്ലച്ചുകൾ, ഹൈഡ്രോളിക് ക്ലച്ച് മാറിയിട്ട് ന്യൂമാറ്റിക് ക്ലച്ചുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എന്താ പറയാ, ന്യൂമാറ്റിക് കംപ്രസ്ഡ് എയറിന്റെ യൂസ് വാഹനങ്ങളിൽ ഒരുപാടുണ്ട്. കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിന്റെ യൂസ് വാഹനങ്ങളിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ കംപ്രസ്ഡ് എയർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർ കംപ്രസറുകൾ ഉപയോഗിക്കുന്നത്. എല്ലാ വലിയ ഹെവി വാഹനങ്ങളിലും, അതായത് എയർ ബ്രേക്ക് ഒക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളിലും എന്തുണ്ടാവും? ഒരു എയർ കംപ്രസർ ഉണ്ടാവും. ഈ എയർ കംപ്രസർ വർക്ക് ചെയ്യുന്നത്, എയർ കംപ്രസർ സാധാരണ ഇതിൽ സിലിണ്ടർ ബ്ലോക്കിലോട്ട് തന്നെയായിരിക്കും മൗണ്ട് ചെയ്യുന്നുണ്ടാവുക. സിലിണ്ടർ ബ്ലോക്കിലോട്ട് തന്നെയായിരിക്കും മൗണ്ട് ചെയ്യുന്നുണ്ടാവുക. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ബോത്ത് എ ആൻഡ് ബി, ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റുമാണ് ഉത്തരം വരുന്നത്. എയർ കംപ്രസേഴ്സ് ആർ ഡ്രിവൺ ബൈ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് ഓർ ക്യാം ഷാഫ്റ്റ്. ശ്രദ്ധിക്കുക, ക്രാങ്കും ക്യാമും ഉത്തരമാണ്. എന്നാൽ ക്രാങ്കും ക്യാമും തന്ന് ബോത്ത് ആൻഡ് ബി ഇല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ഉത്തരം. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് വാഹനങ്ങൾ നമ്മൾ റിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഡയറക്ട്ലി ക്രാങ്ക് ഷാഫ്റ്റിലോട്ടാണ് കപ്ലിംഗ് ചെയ്തിട്ടുള്ളത്. എയർ കംപ്രസർ നോക്കിയാൽ അറിയാം, ഇതൊരു റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് എയർ കംപ്രസർ ആണ്.
ഇതിനകത്തൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഒക്കെയാണ് ഉണ്ടാവുക. ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഒക്കെയാണ് ഉണ്ടാവുക. ഈ ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. ആ ഷാഫ്റ്റ് നേരെ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഈ ഷാഫ്റ്റ് കറങ്ങുകയും അങ്ങനെ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ നമ്മുടെ സിലിണ്ടറിലോട്ട് അകത്തൊരു റിസർവോയർ ഉണ്ടാവും. നമുക്കറിയാം എയർ ബ്രേക്കുള്ള വണ്ടികളിലൊക്കെ ഒരു സൈഡിലുള്ള ഒരു റിസർവോയർ ഉണ്ടാവും. അതിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന എയർ കംപ്രസേഴ്സ് ആർ ഡ്രിവൺ ബൈ ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ഉത്തരം. അല്ല ഈ ക്രാങ്കും ക്യാമും നിന്ന് ബോത്ത് ആൻഡ് ബി ഉണ്ടോ എന്ന് നോക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഒരുപാട് ടൈപ്പ് നമ്മുടെ എഞ്ചിനുകളിലൊക്കെ ഉപയോഗിക്കുന്ന റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ആണ്. റോട്ടറി ടൈപ്പ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ടൈപ്പ്, ആക്സിയൽ ടൈപ്പ് ഒക്കെ ഉണ്ട്. എന്ത് കംപ്രസർ നമ്മുടെ എഞ്ചിനുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് കംപ്രസറുകളാണ് എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂപ്പർ ചാർജിങ്ങിനെ കുറിച്ചാണ്. സൂപ്പർ ചാർജിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ കൃത്യമാണ്. നോക്കിക്കോ, ഇവിടെ വളരെ കൃത്യമാണ്. ഇത് ഒരു 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാണ് കാണിച്ചിരിക്കുന്നത്. 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഈ സൈഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ ചാർജർ എന്ന് പറയുന്നത്. സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞാൽ ബൂസ്റ്റിംഗ് എന്നാ പറയാം. സിലിണ്ടറിനകത്തോട്ട് കൂടുതൽ എയർ പമ്പ് ചെയ്യുന്നതിന് വേണ്ടി, സിലിണ്ടറിനകത്തോട്ട് കൂടുതൽ എയർ പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പമ്പ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ സൂപ്പർ ചാർജർ അഥവാ സൂപ്പർ ചാർജ്. സിലിണ്ടറിനകത്തോട്ട് കൂടുതൽ എയർ പമ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൂപ്പർ ചാർജിങ് അഥവാ സൂപ്പർ ചാർജർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. അപ്പൊ നോക്കിയേ, സൂപ്പർ ചാർജറും ടർബോ ചാർജറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞാലോ ആർക്കെങ്കിലും? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഓർമ്മ. സൂപ്പർ ചാർജറും ടർബോ ചാർജറും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയുന്നതാണ്. സൂപ്പർ ചാർജർ എഞ്ചിൻ ഡ്രൈവ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു. ടർബോ ചാർജർ എക്സോസ്റ്റ് ഗ്യാസിന്റെ ഡ്രൈവ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു. സിമ്പിൾ അല്ലെ? സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിലെ പവർ ഉപയോഗിച്ചാണ് വർക്ക്. അത് തന്നെ ക്വസ്റ്റൻ ആണ്. എഞ്ചിൻ സൂപ്പർ ചാർജർ ഡ്രിവൺ ബൈ, സൂപ്പർ ചാർജർ ഡ്രൈവ് ചെയ്യുന്നത് എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിലെ പവർ ഉപയോഗിച്ചാൽ. കുറച്ചുകൂടി കൃത്യമായിട്ട് കാണണമെങ്കിൽ ഞാൻ അവിടെ വെക്കാം. നോക്കിക്കോ, ഇതാണ് കൃത്യമായിട്ട് സൂപ്പർ ചാർജറിന്റെ വർക്കിംഗ്. ഇവിടെ നോക്കി, ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ സൂപ്പർ ചാർജറിന്റെ ഇമ്പല്ലറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യും. സൂപ്പർ ചാർജറിന്റെ ഇമ്പല്ലറിനെ നമ്മൾ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സൂപ്പർ ചാർജറിന്റെ ഇമ്പല്ലറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ ടൈപ്പാണ്. നമ്മുടെ സാധാരണ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് നമ്മുടെ ഹെയർ ഡ്രയർ ഒക്കെ അല്ലേ, മുടിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള, അതേപോലെ ഈ ഒരു ഇമ്പല്ലർ കറങ്ങുമ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നു? എയർ സിലിണ്ടറിലോട്ട് പമ്പ് ചെയ്യപ്പെടുന്നു. അതായത് സിലിണ്ടറിനകത്തോട്ട് എയറിന്റെ സപ്ലൈ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് സൂപ്പർ ചാർജർ അഥവാ സൂപ്പർ ചാർജിങ്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്രിവൺ ബൈ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ്. എഞ്ചിനിലെ ക്രാങ്ക് ഷാഫ്റ്റിലെ പവർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സൂപ്പർ ചാർജറുകൾ റൺ ചെയ്യുന്നത്. സൂപ്പർ ചാർജർ ഇസ് എ ബ്ലോവർ ഓർ എ കംപ്രസർ യൂസ് ഫോർ സപ്ലൈ എയർ അണ്ടർ ഹൈ പ്രഷർ ടു എഞ്ചിൻ സിലിണ്ടേഴ്സ്. എഞ്ചിൻ സിലിണ്ടറിനകത്തോട്ട് കൂടുതൽ അളവിൽ എയർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ പ്രഷറിൽ എയർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? സൂപ്പർ ചാർജർ ഉപയോഗിക്കുന്നത്. സൂപ്പർ ചാർജർ ഇസ് ഡ്രിവൺ ബൈ, സൂപ്പർ ചാർജറിന് വർക്ക് ചെയ്യുന്നവരാണ് എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിലെ പവർ ഉപയോഗിച്ചിട്ടാണ്. എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിലെ പവർ ഉപയോഗിച്ചിട്ട് ഒരു ബെൽറ്റോ ചെയിനോ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൂപ്പർ ചാർജർ വർക്ക് ചെയ്യുന്നത്. സൂപ്പർ ചാർജിങ്ങിനെ നമ്മൾ എന്തും പറയാറുണ്ട്? ഈ കൂടുതൽ അളവിൽ എയർ സപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ എന്തും പറയാറുണ്ട്? ബൂസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. കൂടുതൽ അളവിൽ സിലിണ്ടറിലോട്ട് എയർ സപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ എന്തും കൂടി പറയാറുണ്ട്? ബൂസ്റ്റിംഗ് എന്ന് കൂടി പറയാറുണ്ട് എന്നും പഠിച്ചു വെക്കുക. അപ്പോൾ സൂപ്പർ ചാർജർ ഇസ് ഡ്രിവൺ ബൈ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് സൂപ്പർ ചാർജർ ഉപയോഗിക്കുന്നത് വെച്ചാൽ കൂടുതൽ അളവിൽ എയർ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ അളവിൽ എയർ കയറുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വോളിയോമെട്രിക് എഫിഷ്യൻസി കൂടുതൽ. എന്താണ് ഈ വോളിയോമെട്രിക് എഫിഷ്യൻസി? വോളിയോമെട്രിക് എഫിഷ്യൻസി എന്താ? സിലിണ്ടറിന്റെ മീൻസ് സ്ട്രോക്ക് വോളിയവും എയർ ഡ്രോൺ ഇൻ ടു സിലിണ്ടർ വോളിയം തമ്മിലുള്ള റേഷ്യോ. വളരെ കൃത്യമാണ് അല്ലെ? സിലിണ്ടറിൽ എത്രത്തോളം സ്ട്രോക്ക് വോളിയം ഉണ്ട്? 9 സെന്റിമീറ്റർ ക്യൂബ്, മീറ്റർ ഒന്നും ഉണ്ടാവില്ല, 9 സെന്റിമീറ്റർ ക്യൂബ് സ്ട്രോക്ക് വോളിയം ഉണ്ടായിരുന്നു. എന്നാൽ സിലിണ്ടറിനകത്ത് 9 മാറ്റി നമുക്ക് 10 വരെ, എളുപ്പത്തിന് വേണ്ടി കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി 10 വരെ, 10 സെന്റിമീറ്റർ ക്യൂബ് സ്ട്രോക്ക് വോളിയം ഉണ്ടായിരുന്നു. എന്നാൽ 8 സെന്റിമീറ്റർ ക്യൂബ് എയർ കയറിയുള്ളൂ. 8 സെന്റിമീറ്റർ ക്യൂബ് എയറേ കയറിയുള്ളൂ. 10 കയറാമായിരുന്നിടത്ത് ആകെ 8 കയറിയുള്ളൂ എന്നുള്ളൊരു യുക്തി. 10 കയറാമായിരുന്നിടത്ത് 8 കയറിയുള്ളൂ. അപ്പൊ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറവാണ്. വോളിയോമെട്രിക് എഫിഷ്യൻസി പറഞ്ഞാൽ സിലിണ്ടറിനകത്ത് കയറിയ എന്തിന്റെ അളവ് കുറവാണ്? നമ്മുടെ എയറിന്റെ, അതായത് ഓക്സിജന്റെ അളവ് കുറവാണ്. ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ താഴത്തോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന വാക്വം വഴിയാണ് എന്ത് ചെയ്യുന്നത്? എയർ വലിച്ചിരുന്നത്. അങ്ങനെയല്ല, ഒരു പമ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? സിലിണ്ടറിനകത്തോട്ട് പമ്പ് ചെയ്യാണ്. നമ്മൾ കുത്തി നിറയ്ക്കുന്ന ഒരു എഫക്റ്റാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ അളവിൽ ഓക്സിജൻ കയറും. അപ്പൊ സൂപ്പർ ചാർജിങ് ഉപയോഗിക്കുന്നത് വോളിയോമെട്രിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സൂപ്പർ ചാർജിങ് ഉപയോഗിക്കുന്നത് വോളിയോമെട്രിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, സൂപ്പർ ചാർജർ ഇൻക്രീസസ് ദ വോളിയോമെട്രിക് എഫിഷ്യൻസി. കാര്യം കൂടുതൽ അളവിൽ എയർ കയറും. കൂടുതൽ അളവിൽ ഓക്സിജൻ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ ഫ്യൂവൽ ബേൺ ചെയ്ത് പോവുകയും ചെയ്യും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കും. റെഡി? വോളിയോമെട്രിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സൂപ്പർ ചാർജറിങ് ഉപയോഗിക്കുന്നു. റെഡി? അങ്ങനെയാണെങ്കിൽ വോളിയോമെട്രിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള മറ്റു മെത്തേഡുകളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതൊക്കെയുണ്ട്? ടർബോ ചാർജിങ് ഉണ്ട്, സൂപ്പർ ചാർജിങ് ഉണ്ട്, വേറെ
ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇൻലെറ്റ് വാൽവിന്റെ സൈസ് നമ്മൾ വലുതാക്കി കൊടുക്കും. എക്സോസ്റ്റ് വാൽവിനേക്കാൾ സൈസ് കൂടുതലായിട്ട് ഇൻലെറ്റ് വാൽവ് കൊടുക്കും. അപ്പൊ വലിയൊരു ഹോൾ ആണെങ്കിൽ അതിനകത്തൂടെ കുറഞ്ഞ സമയത്തിനകത്ത് കൂടുതൽ എയർ കയറിക്കോളും. ഇൻലെറ്റ് വാൽവിന്റെ സൈസ് വലുതാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഇൻലെറ്റ് വാൽവിന്റെ സൈസ് വലുതാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വോളിയോമെട്രിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻലെറ്റ് വാൽവ് ആയിരിക്കും സൈസ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഇൻലെറ്റ് വാൽവിന്റെ സൈസ് വർദ്ധിപ്പിച്ചു കൊടുക്കുക, ടർബോ ചാർജിങ്, സൂപ്പർ ചാർജിങ്. ഒന്നും കൂടി എന്തിനാണ് സ്കാവെഞ്ചിങ് ഉപയോഗിക്കുന്നത്? എഞ്ചിനിലെ സ്കാവെഞ്ചിങ് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എഞ്ചിനിലെ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത് പുകയെ തള്ളി പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടല്ല. പുകയെ പൂർണ്ണമായും പുറത്തോട്ട് പോകാൻ ഒരു പരിധിവരെ സഹായിക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓക്സിജൻ പുറത്തോട്ട് പോയി കൂടുതൽ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് പോയി അത്രയും സ്ഥലത്ത് എന്ത് കയറിയിരിക്കാം? എയറിന് കയറിയിരിക്കാം. അതുകൊണ്ട് സ്കാവെഞ്ചിങ്ങും ഒരു പരിധി വരെ വോളിയോമെട്രിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. സ്കാവെഞ്ചിങ്, ഇലക്ട്രിക് വാൽവിന്റെ സൈസ് വലുതാക്കി കൊടുക്കുക, സൂപ്പർ ചാർജർ, ടർബോ ചാർജർ തുടങ്ങിയൊക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മുടെ വോളിയോമെട്രിക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യനാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് സൂപ്പർ ചാർജർ. സൂപ്പർ ചാർജറിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനങ്ങൾ അല്ലെങ്കിൽ ബുക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റൂട്ട് ടൈപ്പ് ബ്ലോവർ, വെയിൻ ബ്ലോവർ, സെൻട്രിഫ്യൂഗൽ ബ്ലോവർ, ഇത് മൂന്നും എന്താണ്? സൂപ്പർ ചാർജറിന്റെ ടൈപ്പാണ്. ഏത് ടൈപ്പ് ആയിക്കോട്ടെ, റൂട്ട് ടൈപ്പ് ആയിക്കോട്ടെ, വെയിൻ ടൈപ്പ് ആയിക്കോട്ടെ, സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് സൂപ്പർ ചാർജർ ആണെങ്കിലും അതിന് റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന എന്തിന്റെ പവർ ഉപയോഗിച്ചിട്ടായിരിക്കും? എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിലെ പവർ ഉപയോഗിച്ചാൽ. അപ്പൊ റൂട്ട് ടൈപ്പ് ബ്ലോവർ ഉണ്ട്, വെയിൻ ബ്ലോവർ ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ബ്ലോവർ ഉണ്ട്. ഓരോന്നിന്റെ ചിത്രം ഇത്രയും പഠിക്കാൻ ഇതാണ്. ഫോളോയിങ് ഇസ് എ ടൈപ്പ് ഓഫ് സൂപ്പർ ചാർജർ. ഓൾ ഓഫ് ദി അബോവ് ചോദിക്കുകയാണെങ്കിൽ താഴെ പറഞ്ഞാൽ ഏതാണ് സൂപ്പർ ചാർജറിന്റെ ടൈപ്പ് അല്ലാത്തത്? ഈ പറയുന്ന അല്ലാത്ത വേറെ രീതിയിലുള്ള സൂപ്പർ ചാർജർ ഒന്നും നമ്മൾ ഗിയർ ടൈപ്പ്, സ്ക്രൂ ടൈപ്പ് ഒന്നും കണ്ടിട്ടില്ല, ബുക്കുകളിലും കാണുന്നില്ല. റൂട്ട് ടൈപ്പ്, വെയിൻ ടൈപ്പ്, സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ആണ് സൂപ്പർ ചാർജറിന്റെ ടൈപ്പ് വരുന്നത്. ഇതാണ് റൂട്ട് ടൈപ്പ്. റൂട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗിയറിന് പറയുന്നത് അതേപോലെ ഒരു എന്താ പറയാ, ഗിയർ അല്ല, സത്യത്തിലൊരു ലോബ് പോലെ, ഗിയർ അല്ല, മൂന്നെണ്ണേ ഉണ്ടാവുള്ളൂ, അതായത് പല്ല് പോലുള്ള ഒരു വസ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് ടൈപ്പ് ബ്ലോവർ എന്ന് പറയുന്നത്. റൂട്ട് ടൈപ്പ് ബ്ലോവർ എന്താണ്? ഒരു സൂപ്പർ ചാർജറിന്റെ ടൈപ്പാണ്. റൂട്ട് ടൈപ്പ് ബ്ലോവർ ഈസ് ഡ്രിവൺ ബൈ. റൂട്ട് ടൈപ്പ് ബ്ലോവർ എന്നേ ചോദിക്കുള്ളൂ. ബ്ലോവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എയർ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു എന്ന് മാത്രമേ ഉള്ളൂ. റൂട്ട് ടൈപ്പ് ബ്ലോവർ ഈസ് ഡ്രിവൺ ബൈ എന്താണ്? എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പഠിച്ചു വെക്കാം. വെയിൻ ടൈപ്പ് ബ്ലോവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലേഡുകളുണ്ട്. സെൻട്രിഫ്യൂഗൽ ഇമ്പല്ലർ പോലെ അല്ല അവിടെ ഉള്ളത്. നോക്കി, ആ ബ്ലേഡുകൾ ഇങ്ങനെ കറങ്ങുന്നതിനോടൊപ്പം എന്താണ്? ഇവിടെ ഒരു കംപ്രസ് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. കാര്യം ഈ ബ്ലേഡ് സ്പ്രിംഗ് ലോഡർ പോലെയാണ്. ഇവിടത്തേക്ക് എത്തുമ്പോഴേക്ക് ബ്ലേഡ് ഉള്ളിലോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയേ. പുറത്തോട്ട് എത്തുമ്പോഴേക്ക് അത് ഉള്ളിലോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പുറത്തോട്ട് എത്തുമ്പോഴേക്ക് അത് എന്താ പറയാ, പുറത്തോട്ട് തള്ളുന്നതായിട്ടും കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇമ്പല്ലർ പോലുള്ള വസ്തു എന്ന് വെച്ചാൽ വെയിൻ എന്നാ പറയാ. അതിനെന്താ പറയാ? വെയിൻ ടൈപ്പ് ബ്ലോവറും എന്തിന് എക്സാമ്പിൾ ആണ്? സൂപ്പർ ചാർജറിന് എക്സാമ്പിൾ ആണ് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെൻട്രിഫ്യൂഗൽ ബ്ലോവറും എന്താണ്? നമ്മള് ഒരു സൂപ്പർ ചാർജിങ് അല്ലെങ്കിൽ സൂപ്പർ ചാർജറിന് എക്സാമ്പിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ടർബോ ചാർജർ എന്ന് പഠിക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ടർബോ ചാർജർ എല്ലാവർക്കും വർക്കിംഗ് അറിയുന്നതായിരിക്കും. എന്നാലും സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്നും വരുന്ന എക്സോസ്റ്റ് ഗ്യാസ്, പച്ചമാനത്ത് പറഞ്ഞ പുക അല്ലെ, ഈ ഒരു പുക അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് തീർച്ചയായിട്ടും നല്ല ഫോഴ്സിലാണ് വരുന്നത്. കാര്യം പിസ്റ്റൺ വന്ന് തള്ളി പുറത്തോട്ട് കളയും. അതായത് 2 സ്ട്രോക്ക് എഞ്ചിൻ ഒന്നല്ല, 4 സ്ട്രോക്ക് എഞ്ചിൻ. അപ്പൊ പിസ്റ്റൺ നേരെ മുകളിലോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, അത്രയും ബലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് ഈ പൈപ്പിലൂടെ പുറത്തോട്ട് വരുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ നമ്മുടെ എക്സോസ്റ്റ് പൈപ്പിലൂടെ ഗ്യാസ് പുറത്തോട്ട് വരുന്ന ആ ഫോഴ്സ് ഇല്ലേ, അത്രയും ഫോഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തോട്ട് വരുന്നത്. ഈ എക്സോസ്റ്റ് ഗ്യാസ് നേരെ ഒരു ടർബൈൻ വീലിനെ കറക്കും. ടർബൈൻ വീൽ ശ്രദ്ധിക്കണം, ടർബൈൻ വീല്. ഇത് കംപ്രസർ എന്ന് വിളിച്ചത്, കംപ്രസർ ടർബൈൻ എന്ന് വിളിക്കുന്ന, ഇത് ടർബൈന്, ഇത് കംപ്രസർ. ടർബൈൻ വീലിനെ കറക്കുന്നു. ടർബൈൻ വീലിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്ന എക്സോസ്റ്റ് ഗ്യാസ് വെറുതെ പുറത്തോട്ട് പോകും. കംപ്രസർ വീലും ടർബൈൻ വീലും ഒരൊറ്റ ഷാഫ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. കംപ്രസർ വീലും ടർബൈൻ വീലും ഒരൊറ്റ ഷാഫ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ടർബൈൻ വീൽ, ഇതാണ് ടർബൈൻ വീല്, ഇത് കംപ്രസർ വീൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ടർബൈൻ വീല് കറങ്ങും, എന്തും കറങ്ങും, കംപ്രസർ വീലും കറങ്ങും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കംപ്രസർ വീലും കറങ്ങും. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ കംപ്രസർ വീലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ എക്സോസ്റ്റ് ഫാൻ ഉണ്ടാവും. ബാത്റൂമിലും കിച്ചണിലും റൂമുകളിലൊക്കെ എക്സോസ്റ്റ് ഫാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വലിയ ഹാളുകളിലൊക്കെ എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. എക്സോസ്റ്റ് ഫാനിന്റെ ഉദ്ദേശം എന്താ? വലിയ ഹാളുകളിലൊക്കെ എക്സോസ്റ്റ് ഫാൻ ഉപയോഗിക്കുന്നതിനാ? വലിയ എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. അവിടെയുള്ള സ്മെല്ല് ഗ്യാസ് ഒക്കെ പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട്.
അതെ അല്ലെ? അതെ എക്സോസ്റ്റ് അതെ ഫാൻ നേരെ തിരിച്ചു വെക്കാം. ഓക്കെ. എന്താ പോയിക്കാം? എന്താ പോയിക്കാം? നിങ്ങൾ പുറത്തുനിന്നുള്ള എയറിനെ ഉള്ളിലോട്ട് വീടിനുള്ളിലേക്ക് വലിച്ചെടുക്കും. ഉള്ളിലോട്ട് വലിച്ചെടുക്കും. അതെ ചെറിയ ഫോഴ്സിലൊന്നും അല്ല, ഭയങ്കര സ്പീഡ് കറങ്ങുക വെച്ചാൽ അത്രയും ഫോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എയർ അതിലൂടെ വലിച്ചെടുക്കില്ലേ? അതെ അതെ അതായത് അത്രയേ ഉള്ളൂ. അതൊരു പമ്പായി. അപ്പൊ അതൊരു പമ്പായി. അതാണ് കംപ്രസർ. അതായത് നമ്മളിത് എക്സോസ്റ്റ് ഫാൻ നേരെ തിരിച്ചു വെച്ച പോലെ, എക്സോസ്റ്റ് ഫാൻ നേരെ തിരിച്ചു വെച്ച പോലെ എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ഫാൻ നേരെ ഓപ്പോസിറ്റ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള എയർ എന്ത് ചെയ്യുന്നു, ഉള്ളിലോട്ട് വലിച്ചെടുക്കും. വലിച്ചെടുക്കാൻ അതൊരു പമ്പ് ചെയ്യുന്ന എഫക്റ്റ് ആയി. അത് നേരെ ഇൻലെറ്റ് മാനിഫോൾഡിലോട്ട് എത്തിച്ചു കൊടുക്കും. പോകുന്ന വഴിയിൽ ഒരു ഇന്റർകൂളർ ഉണ്ടാവാതെ നടന്നിട്ട് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയുള്ള വർക്കിംഗ്. അതായത് വർക്ക് ചെയ്യുന്നത് എക്സോസ്റ്റ് ഗ്യാസിന്റെ പവർ ഉപയോഗിച്ചാണ്. എക്സോസ്റ്റ് ഗ്യാസിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ് ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത്. എക്സോസ്റ്റ് ഗ്യാസിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ് ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത്. എക്സോസ്റ്റ് ഗ്യാസിന്റെ പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ടർബോ ചാർജറിൽ ഒരു ടർബൈൻ വീലുണ്ട്, കംപ്രസർ വീലുണ്ട്. ടർബൈൻ വീല് ശ്രദ്ധിക്കുക, അവിടെ നിന്ന് വായിച്ചു നോക്കിയേ. ടർബോ ചാർജർ ഒരു എക്സോസ്റ്റ് മാനിഫോൾഡിലായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടാവുക. അത് ചോദിക്കാറുണ്ട്. ടർബോ ചാർജറിൽ രണ്ട് ഭാഗമുണ്ട്. അതായത് ഒരു ഭാഗം നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡിലോട്ട്, മറ്റൊരു ഭാഗം ഇൻലെറ്റ് മാനിഫോൾഡിലോട്ടായും കൊടുക്കുന്നത്. പക്ഷെ ടർബോ ചാർജർ ഇസ് മൗണ്ടഡ് ഓൺ എന്ന് പറഞ്ഞാൽ ടർബോ ചാർജറിലെല്ലാം തുടങ്ങുന്നത് എക്സോസ്റ്റ് സൈഡിൽ നിന്ന്, ടർബൈൻ സൈഡിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ടർബോ ചാർജർ മൗണ്ട് ഇരിക്കുന്നത്, ഘടിപ്പിച്ചിരിക്കുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡിലാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഒരു ടർബൈൻ വീലും ഉണ്ടാവും, കംപ്രസർ വീലും ഉണ്ടാവും. സെയിം ഷാഫ്റ്റിലാണ് ഘടിപ്പിച്ചിട്ടുണ്ടാവുക. എക്സോസ്റ്റ് ഗ്യാസ് ടർബൈൻ ഹൗസിങ്ങിനെയും ടർബൈനെയും റൊട്ടേറ്റ് ചെയ്യും. അതാണ് എഴുതിയിട്ട് വായിച്ചു നോക്കാം. എക്സോസ്റ്റ് ഗ്യാസ് എൻ്റർ ഇൻ ദ ടർബൈൻ ഹൗസിംഗ് ആൻഡ് റൊട്ടേറ്റ് ദ ടർബൈൻ വീൽ. ടർബൈൻ വീലിനെ കറക്കും. ടർബൈൻ വീലും കംപ്രസർ വീലും ഒറ്റ ഷാഫ്റ്റിലായതുകൊണ്ട് തന്നെ ടർബൈൻ വീല് കറങ്ങുമ്പോൾ കംപ്രസർ വീലും കറങ്ങും. കംപ്രസർ വീല് എക്സോസ്റ്റ് ഫാന് നേരെ തിരിച്ചു വെച്ച പോലെയാണെന്നുള്ളത് കംപ്രസർ വീലുള്ളത്. പുറത്തുനിന്നുള്ള എയർ സിലിണ്ടറിലോട്ട് സപ്ലൈ ചെയ്യും. എന്താ നമ്മുടെ കംപ്രസർ വീല്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് ആണ്. ഇതിലുള്ള പ്രശ്നം എന്ന് സാർ, ഈ പറഞ്ഞാൽ കംപ്രസർ വീലിനെ ഇമ്പല്ലർ എന്ന് പറയുന്നുണ്ടോ? ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ അത് രണ്ടിന്റെ ഷേപ്പ് ആയിരിക്കും ഇമ്പല്ലർ ആണ്. അത് ടർബൈന്റെ ആണെങ്കിലും ഇതിന് രണ്ടിന്റെ ഷേപ്പ് ഇമ്പല്ലർ ഷേപ്പിലാണ് വരിക. അത് ഞാൻ പറയാത്തത്. ഇമ്പല്ലർ എന്ന് പറയാൻ പറ്റില്ല. രണ്ടും ഇമ്പല്ലർ പോലെ വരാം. ഓക്കെ. അപ്പൊ ഒന്ന് എക്സോസ്റ്റ് ടർബൈനും കംപ്രസർ മറ്റേത് കംപ്രസർ ടർബൈനും ഹൗസിംഗ് എന്നാ പറയാ. മറ്റേ കംപ്രസർ ഹൗസിംഗ് എന്നാണ് പറയാ. പിന്നെ ഒരു ഡൗട്ട് കൂടെ ഉണ്ട് സാർ. നമ്മൾ ടർബോ ചാർജർ കൂടുതലും ഡീസൽ എഞ്ചിനിലല്ലേ ഉപയോഗിക്കുന്നത്? പെട്രോൾ ഡീസൽ എഞ്ചിൻ എഞ്ചിനിലാണ് ഉപയോഗിക്കുന്നുണ്ടോ? ഡീസൽ എഞ്ചിനിലാണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ എഞ്ചിനിൽ ടർബോ ചാർജർ ഉപയോഗിക്കാനുള്ള പരിമിതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന വണ്ടികളിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടികളിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. പണ്ട് ആലോചിച്ചാൽ നമുക്ക് സിലിണ്ടറിനകത്തോട്ട് കംപ്രഷൻ റേഷ്യോ കുറവാണ്, അതുകൊണ്ടല്ല, നമ്മൾ സിലിണ്ടറിനകത്തോട്ട് കൊടുക്കുന്ന എയർ ഫ്യൂൽ മിക്സ്ചറാ. ആ എയർ ഫ്യൂൽ മിക്സ്ചർ ഇവിടെ ഇട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ട്, കത്തിപ്പോ. ആലോചിച്ച് നോക്കിയടാ, ഇവിടെ കാർബറേറ്ററിലുണ്ടാവാം. ഇവിടെ കാർബറേറ്ററിലുണ്ടോ? കാർബറേറ്ററിൽ എയർ ഫ്യൂൽ മിക്സറാണ് ഈ പമ്പ് ചെയ്യാൻ നിങ്ങൾ പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഇവിടെ എക്സോസ്റ്റ് ഗ്യാസ് ചൂടായി നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ അത് കത്തിപ്പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. പക്ഷെ FI ആണെങ്കിൽ കുഴപ്പമില്ല. FI ആകുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ എവിടേക്കാണ് കൊടുക്കുന്നത്? കാർബറേറ്റർ ഇല്ല, ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ ഒക്കെ എവിടേക്കാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്? അപ്പൊ കംപ്രസ്ഡ് ആയിട്ട് എയർ വന്നാലും കുഴപ്പമില്ല. അപ്പൊ ടർബോ ചാർജറിന്റെ വർക്കിംഗ് ഏകദേശം ഒരു ഐഡിയ ആയിട്ട് വരുന്നത്, അതായത് നമ്മളുടെ എക്സോസ്റ്റ് ഗ്യാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ പ്രവർത്തിക്കുന്നത്. അതായത് വർക്ക് ചെയ്യാനുള്ള സോഴ്സ് അല്ലെങ്കിൽ പവർ ലഭ്യമാകുന്നത് എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ടർബോ ചാർജറും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ടർബോ ചാർജേഴ്സ് ആൾസോ യൂസ് ടു സപ്ലൈ മോർ എയർ ടു എഞ്ചിൻ സിലിണ്ടർ. സിലിണ്ടറിനകത്തോട്ട് കൂടുതൽ എയർ സപ്ലൈ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ടർബോ ചാർജർ ഉപയോഗിക്കുന്നത്. ടർബോ ചാർജേഴ്സ് ആർ ഡ്രിവൺ ബൈ ദ ഫോഴ്സ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്. എക്സോസ്റ്റ് ഗ്യാസിന്റെ പവർ ഉപയോഗിച്ചാണ് ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിലൂടെ ഗ്യാസ് വരുന്നു, ഈ വീലിനെ കറക്കുന്നു, സ്വാഭാവികമായിട്ട് ഈ വീലിനെ കറക്കുന്നു, ഇതിലൂടെ എയർ പമ്പ് ചെയ്യപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ വർക്കിംഗ് ആണ്. ഇതിൽ നിങ്ങൾ പറയണം അതിന്റെ ഉത്തരം. ഈ ടർബോ ചാർജറിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാം. ടർബോ ചാർജറിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഏറ്റവും വലിയ ഗുണം വേസ്റ്റ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. എഞ്ചിന്റെ ഒരു പവർ ലോസ് ഇവിടെ ഉണ്ടാവുന്നേ ഇല്ല. പിന്നെന്താ പ്രശ്നം? ഇത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് 5 സെക്കൻഡ് സമയം എടുക്കുക. 5 സെക്കൻഡ് സമയം, 5 സെക്കൻഡ് കണ്ണടച്ച് തുറക്കുന്ന സമയം, 5 സെക്കൻഡ് സമയം കൊണ്ട് ഇതിലൂടെ ഗ്യാസ് ഒഴുകി വന്ന് ഈ വീലിനെ കറക്കി സ്പീഡായിട്ട്, ആ സ്പീഡ് ഈ വീലും അതേ സ്പീഡിൽ കറങ്ങി എയർ സിലിണ്ടറിലോട്ട് പമ്പ് ചെയ്യാൻ ചെറിയൊരു സമയം എടുക്കില്ലേ? ലാഗ്. അതായത് ഈ എയർ ഫിൽറ്റർ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് എഞ്ചിൻ സിലിണ്ടർ എയറിനെ വലിച്ചു കയറ്റും. കാരണം പിസ്റ്റണിനകത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? എയറിനെ വലിച്ചു കയറ്റും. ആ സമയത്ത് സത്യത്തിൽ ആ 5 സെക്കൻഡ് സമയം ഈ കംപ്രസർ വീൽ ഇവിടെ ഒരു ബാധ്യതയാണ്. അത് പോകുന്ന വഴിയിൽ ഒരു തടസ്സമാണ്, അല്ലെ? അതുകൊണ്ട് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് സ്പീഡ് ആവുന്നത് വരെ, അതായത് എക്സോസ്റ്റ് ഗ്യാസ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്ത് ടർബൈൻ വീലിനെ കറക്കുന്നത് വരെ, റൊട്ടേറ്റ് ചെയ്യുന്നത് വരെ ചെറിയൊരു സമയം എടുക്കും.
ആ സമയത്തിനാണ് നമ്മൾ ടർബോ ലാഗ് എന്ന് പറയുന്നത്. ഏത് ടർബോ ചാർജർ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ആയിക്കോട്ടെ, ഏത് വാഹനത്തിലെ ടർബോ ചാർജറും ആയിക്കോട്ടെ, ടർബോ ലാഗ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ടർബോ ലാഗ് ഒഴിവാക്കാൻ സാധിക്കില്ല. കാര്യം ഇവിടെ എക്സോസ്റ്റ് ടർബൈൻ കറങ്ങി ആ ഫോഴ്സിൽ കംപ്രസർ ടർബൈൻ കറങ്ങി സിലിണ്ടറിലോട്ട് എയർ പമ്പ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് സമയം എടുക്കും. ഇത്രയും സമയം എയർ കയറുന്നൊരു ബാധ്യതയാണ് ഈ കംപ്രസർ വീൽ. കാര്യം എയർ വരുന്നൊരു തടസ്സം പോലെയാണ് ആ കംപ്രസർ വീൽ. അതായത് എഞ്ചിന് കൃത്യമായി എയർ കിട്ടാത്ത ഒരു അവസ്ഥ വരും. ഈ ഒരു അവസ്ഥയാണ് നമ്മളെ ടർബോ ലാഗ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയാണ് ടർബോ ലാഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ പിക്കപ്പ് അല്ലെങ്കിൽ ഇനീഷ്യൽ പുള്ളിങ് ടർബോ ചാർജറിനാവോ സൂപ്പർ ചാർജറിനാവോ കൂടുതൽ ഉണ്ടാവുക? സൂപ്പർ ചാർജറായിരിക്കും. കാരണം സൂപ്പർ ചാർജർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ തന്നെ എയർ പമ്പ് ചെയ്ത് തുടങ്ങും. അതെ അപ്പൊ തന്നെ. കാര്യം ക്രാങ്ക് ഷാഫ്റ്റിലോട്ടാണ് എത്തിയിട്ടില്ല. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ തന്നെ എന്ത് ചെയ്യും? പമ്പ് ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് നമ്മളുടെ ടർബോ ചാർജറും സൂപ്പർ ചാർജറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ചാർജർ ഇനീഷ്യൽ പിക്കപ്പ്, അതായത് പെട്ടെന്ന് എയർ പമ്പ് ചെയ്യാൻ സൂപ്പർ ചാർജറിന് സാധ്യമാണ് അല്ലെങ്കിൽ കഴിയുമെന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമുക്ക് നോക്കേണ്ടത് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ. ടർബോ ചാർജറിന്റെ പാർട്സ്, ടർബോ ലാഗ്, ടർബോ ചാർജറിന്റെ ടൈപ്പ്, സൂപ്പർ ചാർജറും ടർബോ ചാർജറും നമ്മുടെ കമ്പാരിസൺ. ഇത്രയാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ടർബോ ചാർജറിന്റെ വർക്കിംഗ് ഓൾറെഡി നമ്മൾ പഠിച്ചു. ടർബോ ചാർജർ എവിടെയാണ് ഘടിപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർബോ ചാർജർ ഘടിപ്പിച്ചിട്ടുണ്ടാവുക എവിടെയാണ്? ടർബോ ചാർജർ ഘടിപ്പിച്ചിട്ടുണ്ടാവുക നമ്മളുടെ ഈ ഒരു എക്സോസ്റ്റ് മാനിഫോൾഡിലാണ് എന്ന് പഠിച്ചു വെക്കുക. എക്സോസ്റ്റ് മാനിഫോൾഡ് ഇൻലെറ്റ് മാനിഫോൾഡിലോട്ടും ഉണ്ട്. കംപ്രസർ ഇൻലെറ്റ് മാനിഫോൾഡിലാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ടർബൈന് എക്സോസ്റ്റ് മാനിഫോൾഡിലോട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് എ ടർബൈൻ വീൽ ആൻഡ് കംപ്രസർ വീൽ. ടർബൈൻ വീൽ ഉണ്ട്, കംപ്രസർ വീൽ ഉണ്ട്, മൗണ്ടഡ് ഓൺ ദ സെയിം ഷാഫ്റ്റ്. ഒരേ ഷാഫ്റ്റിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇവിടെ നോക്കി, ടർബൈൻ വീല് പറഞ്ഞു, കംപ്രസർ വീല് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ള സാധനം എന്താ? ഇന്റർ കൂളർ ആണ്. എന്തിനാ ഇന്റർ കൂളർ? ആ പേര് തന്നെയാണ് ഇന്റർ കൂളർ. വളരെ കൃത്യമാണ്. നോക്കിയേ, ഇന്റർ കൂളർ റേഡിയേറ്റർ പോലുള്ള സംവിധാനം. അതെ, ഈ കംപ്രസ് ചെയ്ത് വരുന്ന എയറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? തണുപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തണുപ്പിച്ചിട്ടില്ലെങ്കിൽ ആലോചിച്ച് ഞാനത് പറഞ്ഞിട്ടുണ്ട്. തണുപ്പിച്ചിട്ടില്ലെങ്കിൽ എയർ കൂളിംഗ് സിസ്റ്റം കഴിയുമ്പോൾ ചൂടായിരിക്കുമ്പോൾ എയർ മോളിക്യൂൾസ് അകന്നിട്ടായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ എയർ മോളിക്യൂൾസ് കൂട്ടമായിട്ടായിരിക്കും ഉണ്ടാവും. അപ്പൊ ചെറിയ സ്ഥലത്തിന് കുറെ ഓക്സിജൻ ഉണ്ടാവും. ആലോചിച്ചോക്കെ, ചൂടായി കഴിഞ്ഞാൽ അത് അകന്നിട്ടായിരിക്കാം, തണുത്ത് കഴിഞ്ഞാൽ അത് കൂട്ടമായിട്ടായിരിക്കും. അപ്പൊ കുറെ ഓക്സിജന്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ പറ്റും? ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സാധാരണ ടർബോ ചാർജർ വാഹനങ്ങൾ എന്തും കൊടുക്കാറുണ്ട്, ഒരു ഇന്റർ കൂളർ കൂടി കൊടുക്കാറുണ്ട്. ഇന്റർ കൂളറിന്റെ ലൊക്കേഷൻ ഇൻ ബിറ്റ്വീൻ കംപ്രസർ ഹൗസിംഗ് ആൻഡ് ഇൻലെറ്റ് manifold. ചോദിക്കാറുണ്ട്. Intercooler is used to cool the compressed air going to cylinder. സിലിണ്ടറിലോട്ട് പോകുന്ന കംപ്രസ്ഡ് എയർ തണുപ്പിക്കുക. കംപ്രസ്ഡ് എയർ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂടുള്ള എയർ ആണെങ്കിൽ മോളിക്യൂൾസ് ഭയങ്കരമായിട്ട് അകന്നിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. തണുത്ത എയർ ആണെങ്കിൽ അത് കൂട്ടമായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ കൂട്ടമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ എയർ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒന്ന് തണുപ്പിച്ചിട്ട് സിലിണ്ടറിനകത്തോട്ട് കൊടുക്കും. എവിടെയാണ് ഇന്റർകൂളർ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ കംപ്രസർ ഹൗസിന്റെയും ഇൻടേക്ക് മാനിഫോൾഡിന്റെയും ഇൻടേക്ക് മാനിഫോൾഡിന്റെയും ഇടയിലായിട്ടാണ് ഇന്റർകൂളറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ടർബോ ലാഗ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഒന്ന് വായിച്ചു നോക്കിയാൽ ടർബോ ലാഗ് ഇസ് ദ ഹെസിറ്റേഷൻ ഓർ സ്ലോഡ് ത്രോട്ടിൽ റെസ്പോൺസ്. ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പമ്മ എന്ന് പറയും. നമ്മൾ പുലി ചാടുന്നതിന് മുമ്പ് ബാക്കിലോട്ട് വരാന്നൊക്കെ പറയില്ലേ, പുലി മുന്നിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് ഒന്ന് ബാക്കിലോട്ട് വരാന്ന് പറഞ്ഞാൽ ആ അവസ്ഥയാണ് ഹെസിറ്റേഷൻ എന്ന് പറയുന്നത്. പമ്മ എന്ന് പറയും. പമ്മ അല്ലെങ്കിൽ സ്ലോ ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേറ്റർ കൊടുക്കും, പക്ഷെ കാര്യമായ എഞ്ചിനിൽ വലിയ പവർ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ടർബോ ചാർജർ അങ്ങോട്ട് കിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പിടിച്ചാൽ കിട്ടില്ല. അത്രയും ഫോഴ്സിൽ അങ്ങോട്ട് മുന്നോട്ട് കുതിക്കുകയും ചെയ്യും. അതായത് ടർബോ കിക്ക് ആവുന്നതിന് മുമ്പ്, ടർബോ കിക്ക് ആവാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് അത്യാവശ്യം സ്പീഡിൽ ഒരു 25,000 RPM എന്നൊക്കെ പറയാം. ഏറ്റവും ചുരുങ്ങിയൊരു 25,000 RPM ടർബൈൻ വീല് കറങ്ങുന്നൊക്കെയാണ് പറയാ. 1 lakh RPM വരെയൊക്കെ നോർമൽ സ്പീഡ് തന്നെ ഉണ്ട് എന്നാണ് പറയാറുള്ളത്. ടർബോ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും സ്പീഡിൽ ആ ഷാഫ്റ്റ് കറങ്ങി നമ്മൾ എയർ പമ്പ് ചെയ്യാൻ എടുക്കുന്ന വളരെ ചെറിയ സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടർബോ ലാഗ് എന്ന് പറയുന്നത്. ഒരിക്കൽ ടർബോ ലാഗ് ഒഴിവാക്കി കഴിഞ്ഞാൽ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ടർബോ ലാഗ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ ഓഫ് ചെയ്യുന്നവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താണ് ടർബോ ലാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർബോ ചാർജറുള്ള വണ്ടികളിൽ ടർബോ ലാഗ് ഒഴിവാക്കാൻ സാധ്യമല്ല. അതിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ്? സൈസ്, ഡിസൈൻ ഒക്കെ ചെറിയ വ്യത്യാസം വരുത്താം. പക്ഷെ സമയത്തിന് വ്യത്യാസം വരുത്താൻ ടർബോ ലാഗ് കുറയ്ക്കാന്നല്ലാതെ ടർബോ ലാഗ് ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം അത് എക്സോസ്റ്റ് ഗ്യാസ് വന്ന് കറങ്ങാൻ വേണ്ടി എടുക്കുന്ന വളരെ ചെറിയ സമയം ടർബോ ലാഗ് ഉണ്ടായിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ടർബോ ചാർജർ വണ്ടികള് പെട്ടെന്ന് ഓഫ് ചെയ്ത് പറയും. എന്താ പ്രശ്നം? ഇത് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ.
ഇപ്പൊ ടർബോ ചാർജർ ആയിട്ടുള്ള ഒരു ലോറി അല്ലെങ്കിൽ ബസ് ആണെങ്കിൽ നമ്മൾ 100-110 റോഡ് കൂടെ ഓടിച്ചു കൊണ്ടുവന്നു, വണ്ടി ഒരു സൈഡാക്കി അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഓഫ് ചെയ്യരുത് എന്ന് പറയും. കാരണം എന്താ, നമ്മുടെ ഈ ടർബൈൻ വീലും കംപ്രസർ വീലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏകദേശം 1 lakh RPM-ലാന്ന് വിചാരിച്ചു. 1 മിനിറ്റിൽ 1,00,000 കിലോമീറ്റർ വട്ടം കറങ്ങുന്നത്. അത്ര സ്പീഡിൽ കറങ്ങുക, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുപോലും അത്ര സ്പീഡിലാണ് അത് കറങ്ങുന്നുണ്ടാവുക. അത്രയും സ്പീഡിൽ കറങ്ങുന്ന സാധനം നിങ്ങൾ ഒറ്റയടിക്ക് അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ നിൽക്കും, എഞ്ചിൻ പ്രവർത്തനം നിൽക്കും, ഷാഫ്റ്റ് ടർബൈൻ വീല് കറങ്ങൽ നിൽക്കും ഇല്ല. ഇല്ല. സേ ഒരു 2 മിനിറ്റെങ്കിലും ഇത് കറന്ന് കറങ്ങില്ലേ? 2 മിനിറ്റ് സമയം എന്ന് പറയുന്നത് 2 മിനിറ്റ് ഇത് കറന്ന് കറങ്ങി. നമ്മുടെ ടർബോ ചാർജറിലോട്ട് ഒരു ഓയിൽ സപ്ലൈ ലൈൻ കൊടുത്തിട്ടുണ്ടാവും. അവിടേക്ക് ഒരു ഓയിൽ സപ്ലൈ ലൈൻ കൊടുത്തിട്ടുണ്ടാവും. എഞ്ചിനിൽ നിന്ന് ഒരു ഓയിൽ സപ്ലൈ ലൈൻ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ടാവും. പമ്പിൽ നിന്ന് ഒരു ഓയിൽ സപ്ലൈ ലൈൻ കൊടുത്തിട്ടുണ്ടാവും. ബാക്കി പറഞ്ഞു. എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും സ്പീഡിൽ ടർബോ ചാർജർ കറങ്ങുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഷാഫ്റ്റിന് ഇതിനൊക്കെ ലൂബ്രിക്കേഷൻ വേണം, വേണ്ടേ? എഞ്ചിൻ അങ്ങോട്ട് ഓഫ് ചെയ്യുമ്പോൾ ഇത് എന്താണ് 1,00,000 RPM-ൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് സമയം എന്തില്ലാതെ കറങ്ങും, ഓയിൽ ഇല്ലാതെ കറങ്ങും അല്ലെ? അങ്ങനെ ഒരു 10 വട്ടം കറങ്ങിയ എന്താ ഉണ്ടാവുക, 20 മിനിറ്റ് ഓയിലാണ്ട് കറങ്ങി. അങ്ങനെ 100 വട്ടം കറങ്ങിയ 200 വട്ടം 200 മിനിറ്റ് ഓയിലാണ്ട് കറങ്ങി. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ടർബോ ചാർജർ എന്തെങ്കിലും ഷാഫ്റ്റ് ഒക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മുടെ ടർബോ ചാർജർ വെഹിക്കിൾസ് പെട്ടെന്ന് ഓഫ് ചെയ്യരുത് എന്ന് പറയാറുള്ളത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് ടർബോ ചാർജറിന്റെ ടൈപ്പാണ്. ടർബോ ചാർജറിന്റെ ടൈപ്പ് 2 ടർബോ ചാർജറും ഇതും ഈ ഒരു ടേബിൾ പഠിച്ച് നമ്മൾ പരിപാടി കഴിഞ്ഞു. ടർബോ ചാർജറിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ FGT എന്ന് പറയും. FGT എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ജോമെട്രി ടർബോ ചാർജർ. ഫുൾ ഫോം തന്നെ പഠിക്കണം. FGT, ഫിക്സ്ഡ് ജോമെട്രി ടർബോ ചാർജർ. FGT, ഫിക്സ്ഡ് ജോമെട്രി ടർബോ ചാർജർ. VGT, വേരിയബിൾ ജോമെട്രി ടൈപ്പ് ടർബോ ചാർജർ. 2 തരത്തിലുള്ള ടർബോ ചാർജർ, FGTയും VGTയും. ഇതിന്റെ ഫുൾ ഫോം തന്നെ പഠിക്കണം. ആദ്യമേ ഫുൾ ഫോം പഠിച്ചു പോകാൻ. ടർബോ ചാർജറിന്റെ ബേസിക്കലി 2 ടൈപ്പാണ്. ടർബോ ചാർജറിന്റെ ബേസിക്കലി 2 ടൈപ്പാണ്. FGT, ഫിക്സഡ് ജോമെട്രി ടൈപ്പ് ടർബോ ചാർജറും VGT, വേരിയബിൾ ജോമെട്രി ടൈപ്പ് ടർബോ ചാർജറുമാണ് ബേസിക്കലി ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ടർബോ ചാർജറിന്റെ അകത്തൊരു ഡിസൈൻ ഉണ്ടാവും. ഇമ്പല്ലറും കേസിങ്. ഈ പുറത്തുള്ളതിനെ കേസിംഗ് എന്ന് പറയാം, അകത്തുള്ളതിനെ ഇമ്പല്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വീണ്ടും പറഞ്ഞു, ഇമ്പല്ലർ എന്ന് പറയാൻ പറ്റില്ല, ഒരു വീല് എന്ന് കരുതുക. ഒരു വീല് എന്ന് കരുതുക. ഈ വീൽ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വീൽ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റ് ഗ്യാസിന്റെ അളവ് കൂടുതലായിട്ട് വരും. ഭയങ്കരമായിട്ട് ആക്സലറേറ്റർ കൊടുത്ത് പോവുകയാണെങ്കിൽ പിസ്റ്റൺ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ താഴത്തോട്ട് മുകളിലോട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എക്സോസ്റ്റ് ഗ്യാസ് കൂടുതൽ അളവിൽ വരും, അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സിൽ വരുമല്ലേ? വരും. എക്സോസ്റ്റ് ഗ്യാസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപകടം എന്താ? ടർബൈൻ വീൽ കൂടുതൽ സ്പീഡ് കറങ്ങില്ലേ? അപ്പൊ കംപ്രസർ വീലും കൂടുതൽ സ്പീഡ് കറങ്ങില്ലേ? കംപ്രസർ വീല് കൂടുതൽ സ്പീഡ് കറങ്ങിക്കഴിഞ്ഞാൽ അപകടം എന്താ? ഒരുപാട് എയറിനെ സപ്ലൈ ചെയ്യുക. അത് കംപ്രസ് ചെയ്യുന്ന ബൂസ്റ്റിംഗ് പ്രഷർ വർദ്ധിക്കും അല്ലെ? അൺകൺട്രോൾഡ് ബൂസ്റ്റ് വരും. കണ്ടോ, അൺകൺട്രോൾഡ് ബൂസ്റ്റ് വരും, ബൂസ്റ്റിംഗ് പ്രഷർ വർദ്ധിക്കും. അപ്പൊ നമ്മൾ ഈ പൈപ്പുകളൊക്കെ പൊട്ടാനും എഞ്ചിനൊക്കെ ഡാമേജ് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അല്ലേ? ഇനി വേരിയബിൾ ജോമെട്രി, ഫിക്സഡ് ആണെന്ന് കേട്ടോ. വേരിയബിൾ ജോമെട്രി ടർബോ ചാർജറിന് ഇവിടെ ഓൾറെഡി ഇതേപോലുള്ള ഒരു വീൽ ഉണ്ട്. അതിന്റെ കൂടാതെ എക്സ്ട്രാ കുറച്ച് ബ്ലേഡുകൾ ഇവിടെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കംപ്രസർ വീലില് എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. എക്സോസ്റ്റ് ഗ്യാസ് എങ്ങനെയോ വന്നോട്ടെ, കംപ്രസർ ഹൗസിംഗിന്റെ ജോമെട്രി മാറുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ജോമെട്രി ആകൃതി മാറുന്നുണ്ട്. അതായത് ഇവിടെ ബൂസ്റ്റിംഗ് പ്രഷർ സ്വയം കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? അതായത് അളവ് മാറുമല്ലോ. ഈ ഇമ്പല്ലറിന്റെ ആ ഷേപ്പ് അല്ലെങ്കിൽ ആ ബ്ലേഡുകളുടെ ആ ഒരു ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ എന്താ പറയുന്നത്? സിലിണ്ടറിലെ എയർ സപ്ലൈ വ്യത്യാസപ്പെടും, കുറയും. വേരിയബിൾ ജോമെട്രി ടർബോ ചാർജർ. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് ജോമെട്രി ടർബോ ചാർജർ ഈ വീലിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും? ഫിക്സഡ് ജോമെട്രി വന്നാൽ മാറ്റം ഉണ്ടാവില്ല. ഫിക്സഡ് ടർബോ ചാർജറിനകത്തുള്ള വീലില്
എത്ര സ്പീഡ് കൂടിയാലും ശരി, എത്ര സ്പീഡ് കുറഞ്ഞാലും ശരി, കാര്യമായ ചേഞ്ച് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ജോമെട്രി ആകൃതിയിൽ ഷേപ്പില് കാര്യമായ ചേഞ്ച് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ജോമെട്രി ആയിട്ട് ടർബോചാർജറാണ്. നമ്മുടെ കംപ്രസർ വീൽ ശ്രദ്ധിക്കുക, കംപ്രസറിന്റെ ടർബൈനകത്തെ വീലില് അല്ലെങ്കിൽ ആ വിഭാഗത്തെ യൂണിറ്റില് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കുറയുന്നതിനനുസരിച്ച് ജോമെട്രി ആകൃതിയിൽ ഷേപ്പില് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് വേരിയബിൾ ജോമെട്രി ടർബോചാർജർ അഥവാ VGT ആണ്. ഇത് VGT, ഇത് FGT ആണ്. നമ്മൾ വ്യത്യാസം മനസ്സിലായിരുന്നത്. ഒന്നില് എത്ര സ്പീഡ് കൂടിയാലും എത്ര സ്പീഡ് കുറഞ്ഞാലും ജോമെട്രിയിൽ അതിനകത്തുള്ള ആകൃതിയിൽ ഷേപ്പിലൊന്നും വ്യത്യാസം വരില്ല. മറ്റൊരു സ്പീഡ് കൂടുതൽ കുറഞ്ഞതിനനുസരിച്ച് ആകൃതിയിൽ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കി വയ്ക്കാം.